എന്തൊക്കെയുണ്ട് സുഖമല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് വിശന്ന് പണ്ടാരം അടങ്ങിയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം ഞാൻ അറിയാതെ ഉണ്ടാക്കി തന്ന ദിവസമാണ്. ഇതെന്താ ഞാൻ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് നമ്മൾ വള്ളി റോസ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ദിവസവും പൂവിടും, ഇങ്ങനെ പടർന്ന് ഫുള്ളും കിടക്കുവേ. ഞാനിപ്പം കറിവേപ്പില പറിക്കാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ കറിവേപ്പിലയ്ക്ക് ഒട്ടും ക്ഷാമമില്ല കേട്ടോ. നമ്മുടെ പറമ്പും പരിസരവും നിറച്ചും കറിവേപ്പിലയാണ്. ആവശ്യമുള്ള കറിവേപ്പിലയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പരിക്ക മോരുകറിയാണ് വീട്ടിൽ കഴിക്കാനെന്ന്. ഇതിൽ പപ്പരിക്ക മോരുകറിയെന്നോ പുളിശ്ശേരിയെന്നോ പപ്പരിക്ക ചാറുകറിയെന്നോ എന്താ നിങ്ങൾ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടെങ്കിൽ ചോറ് തീരുന്ന വഴി അറിയില്ല. ഇത് കാണുമ്പോൾ എങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുക? എൻ്റെ വിശപ്പൊക്കെ ഏതോ വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് വീട്ടിലുണ്ടായ ചീരത്തോരനും ചീര അവിയലും പപ്പരിക്ക മോരുകറിയൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ മോരുകറി ഒഴിച്ചപ്പോൾ തന്നെ എൻ്റെ 50% വിശപ്പും കെട്ടടങ്ങി. ഞാൻ ഓരോ കഴിക്കുമ്പോഴും എൻ്റെ കൂടെ കഴിക്കാൻ വേറൊരാളും കൂടെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ കൂടെ വന്നിരിക്കുന്ന പൂച്ചക്കുട്ടി? ഇതെനിക്ക് എൻ്റെ കൂട്ടുകാരൻ തന്നതാണ്. പേർഷ്യക്കാരനാണെന്നും പറഞ്ഞ് തന്നതാ. ആളിപ്പോൾ ചമ്മന്തിയും മെഴുക്കുരട്ടിയും ചോറും അല്ലാതെ വേറൊന്നും കഴിക്കില്ല. എന്നെ പോലെ വെജിറ്റേറിയൻ ആയിരിക്കും. ഞാൻ കഴിക്കും, അവൻ നോക്കും, ഞാൻ കൊടുക്കും. ഞാൻ കഴിക്കും, അവൻ നോക്കും, ഞാൻ വീണ്ടും കൊടുക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ നോട്ടം കണ്ട എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? അവൻ്റെ നോട്ടം കൂടുന്നവരും എൻ്റെ പാത്രത്തിലെ ചോറിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ എൻ്റെ വിശപ്പൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.